ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചട്നിപ്പൊടിയാണ്. ഇതിന് ഇഡ്ഡലിപ്പൊടി എന്നോ ദോശപ്പൊടി അല്ലെങ്കിൽ മിളകായ്പൊടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇഡ്ഡലി ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പമാകും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഉഴുന്ന് കഴുകിയിട്ട് അതതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് വെയിലത്തൊക്കെ ഒന്ന് വെച്ച് ഉണക്കി എടുത്തിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം. ഈ ചട്നിപ്പൊടിയൊക്കെ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതാണല്ലോ. ഇതുപോലെ ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ല എളുപ്പമാണ്. രാവിലെ തേങ്ങ ഒക്കെ ചിരകി ചമ്മന്തി ഒന്നും അരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കൂട്ടിക്കഴിച്ചാലും നല്ലതാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്നും കടലപ്പരിപ്പും അതുപോലെ തന്നെ എള്ളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ചൂടായ പാനിലിട്ടിട്ട് ഇതിൽ ചേർക്കാനുള്ള വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ പിരിയമുളകാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എരിവ് കുറവായിരിക്കും. ഏകദേശം ഒരു 12 മുളകാണ് ഞാൻ ഇതിൽ ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അല്ലാത്ത സാധാരണ മുളകാണെങ്കിൽ ഈ 12 എണ്ണത്തിൻ്റെ ആവശ്യം വരത്തില്ല. പിന്നെ എരിവൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണല്ലോ, അതുകൊണ്ട് ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള കുരുമുളകാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂണോളം ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഇത് മൂന്നും കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഡലിപ്പൊടിക്ക് വേണ്ടിയുള്ള എല്ലാം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ ചൂട് ഒത്തിരി ഒന്ന് മാറുന്നതിന് മുമ്പ് തന്നെ പൊടിച്ചെടുക്കണം. തണുത്ത് പോയി കഴിഞ്ഞ് പൊടിക്കുവാണെങ്കിൽ ചിലപ്പോൾ പൊടിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ മുളകൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയതേ ഉള്ളൂ. ഇതിപ്പോൾ ഒന്ന് അല്പം തരിതരിപ്പായിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇനി 1-2 സാധനങ്ങളോട് ചേർക്കാനുണ്ട്. ഇതിലോട്ട് ഞാൻ ഇനി 1 ടീസ്പൂണോളം ഒന്ന് ചിരകിയെടുത്ത ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ശർക്കര ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കട്ടിക്കായം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. കട്ടിക്കായമാണെങ്കിൽ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് പൊടിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ഉപ്പും അതുപോലെ കായവും ശർക്കരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ അല്പം തരിതരിപ്പായിട്ടാണ് ഈ ഇഡലിപ്പൊടി പൊടിച്ചെടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നൈസായിട്ടും വേണമെങ്കിൽ ഇത് പൊടിച്ചെടുക്കാം. ഇഡലിപ്പൊടിയിൽ വേണമെങ്കിൽ നമുക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് സാധാരണ ഉപയോഗിക്കാറ്. എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് കൂടുതലിഷ്ടം. അങ്ങനെ നമ്മുടെ ഇഡലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പൊടിച്ച ഉടനെ ആയതുകൊണ്ട് ഇതിന് ചെറിയ ചൂടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒട്ടും വെള്ളമയമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലിട്ടിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് കുറേ നാൾ തന്നെ കേടുകൂടാതെ ഇരിക്കും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.